അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 5ാമത്തെ പാഠം വതആവനു അലൽ ബിർരി വത്തഖ്വാ. ആദ്യം അതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ടത് പൂർത്തിയാക്കിയാൽ മതി. 5 ചോദ്യങ്ങളാണുള്ളത്. ഒരു വീടിൻ്റെ വാടകയായി അതിൻ്റെ പരിപാലനം നിശ്ചയിക്കൽ അനുവദനീയമല്ല. അങ്ങനെയാട്ടോ കണ്ടത്. ആളപ്പം എന്ത് ചെയ്യുക? ഒരു വീടിൻ്റെ വാടകയായി അതിൻ്റെ ദാസ് നിശ്ചയിക്കൽ അനുവദനീയമല്ല. പരിപാലനം. ഒരു വീട് വാടക കൊടുക്കുമ്പോൾ അതിൻ്റെ വാടക എന്താ? വീട് നന്നാക്കി പരിപാലിച്ചു കൊണ്ടുവന്നാൽ മതി. മാലാളൊക്കെ തട്ടി അടിച്ച് വൃത്തിയാക്കി മറ്റേ പറ്റില്ല. 2, വാടകക്ക് സക്കാത്തില്ല, എന്നാൽ ഡാഷ്ക്ക് സക്കാത്ത് നൽകണം. വാടകക്ക് സക്കാത്തില്ല, മേൽവാടക ഉണ്ടാവും ബിൽഡിങ്ങിന്, എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. 3, വായ്പ വാങ്ങിയ വസ്തു ഡാഷിൻ്റെ അനുമതി ഇല്ലാണ്ട് വായ്പ കൊടുക്കാൻ പാടില്ല. ഒരാൾ ഒരു പേന വായ്പ വാങ്ങിയാൽ ആ വായ്പ വാങ്ങിയ പേന വേറൊരാൾക്ക് വായ്പ കൊടുക്കണമെങ്കിൽ ആരേക്കെന്നാണോ ആദ്യം വായ്പ വാങ്ങിയത് അവൻ്റെ സമ്മതം, വായ്പ കൊടുത്തവൻ്റെ സമ്മതം കേട്ടോ. 4, വായ്പ വാങ്ങിയ വസ്തുവിൻ്റെ ഡാഷ് ചെലവ് ഉടമസ്ഥനാണ് വഹിക്കേണ്ടത്. വായ്പ വാങ്ങിയ വസ്തു ഇപ്പോൾ ഒരു കസേരയാണ്, അതല്ലെങ്കിൽ ഒരു പ്ലേറ്റാണ്, എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു വായ്പ വാങ്ങിയാൽ ആ വസ്തുവിൻ്റെ പരിപാലന ചെലവ് ആരാണ് വഹിക്കേണ്ടത്? ഉടമസ്ഥൻ. അപ്പോൾ വസ്തുവിൻ്റെ ഡാഷ് ചെലവ് ഉടമസ്ഥൻ വഹിക്കണം പറഞ്ഞാൽ പരിപാലന ചെലവ്, അത് നന്നാക്കാനുള്ള പൈസയും പെയിൻ്റ് അടിക്കാനുള്ളതൊക്കെ അത് ചിലവാക്കണം, അത് ഉടമസ്ഥൻ ചിലവഹിക്കണം. ഇനി 5, വായ്പ വാങ്ങിയ വസ്തു തിരിച്ചു നൽകാനുള്ള ചിലവ് ഡാഷ് വഹിക്കണം. ഒരാൾ ഒരു സാധനം വായ്പ കൊടുത്തിട്ടുണ്ട്, ഇനി അത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. അപ്പം അതിന് വേണ്ട ചിലവ്, മറ്റുള്ള അനുബന്ധമായ കാര്യങ്ങളൊക്കെ ആരാ വഹിക്കേണ്ടത്? ആ വസ്തുവിൻ്റെ ഉടമസ്ഥനല്ല, വായ്പ വാങ്ങിയവനാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. നുജീബു, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് ഇജാറത്ത്? ഇജാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിയുടെ അധ്വാനമോ വസ്തുവിൻ്റെ ഉപയോഗമോ പ്രതിഫലം നിശ്ചയിച്ചുള്ള ഇടപാട്, അതിനാണ് ഇജാറത്ത് എന്ന് പറയുക. 2, അന്ത്യദിനത്തിൽ ഞാൻ 3 പേരുടെ എതിരാളിയാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. ആരാണ് 3 ആളുകൾ? നോക്കാം നമുക്ക്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചവൻ, വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. അങ്ങനെ ചില ആളുകൾ കാര്യം കഴിച്ചാൽ അള്ളാഹെ തന്നെയാണ് കൊടുക്കൂല, വഞ്ചിക്കും ചോദിച്ചു. അങ്ങനത്തെ ആൾ 1. 2, സ്വതന്ത്രനെ വിറ്റ് വില വാങ്ങിയവൻ. അതിപ്പോൾ അന്നത്തെ കാലത്തില്ല, ഉണ്ടാകൂലെന്ന് പറയാൻ പറ്റൂല. അടിമയല്ലാത്ത ഒരാളെ അടിമയാണെന്ന് പറഞ്ഞ് വിറ്റിങ്ങാണ്ട് അതിൻ്റെ പൈസ വാങ്ങിയാൽ, സ്വതന്ത്രനെ വിറ്റ് പൈസ വാങ്ങിയാൽ. ഇപ്പോൾ കാരണം ഇപ്പോൾ ഒരാൾ വിറ്റാലും വാങ്ങൂലല്ലോ, അതുകൊണ്ടാണ് ഇല്ലാരാൻ കാരണം. തൊഴിലാളിയെ വേലക്ക് നിർത്തി കൂലി നൽകാത്തവൻ. ഒരാളെ പണിയേൽപ്പിച്ചു, പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ കൂലിയൊന്നും കൊടുക്കാണ്ട് ഓനെ വെറുതെ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പറഞ്ഞ കൂലി കൊടുക്കാണ്ട് ഓനെ തിരിച്ചയച്ചവൻ. 2 ആയി. ഇനി 3, ഇജാറത്തിൻ്റെ 6 റുക്കുനുകൾ ഏതെല്ലാം? വാടകയ്ക്ക് കൊടുക്കുമ്പോഴുള്ള 6 റുക്കുനുകൾ. 1, വാടകയ്ക്ക് കൊടുക്കുന്നവൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവൻ. 2, വാടകയ്ക്ക് എടുക്കുന്നവൻ കൂലിക്ക് വിളിക്കുന്നവൻ. ഇപ്പോൾ 2 ആയിട്ടോ. വാടകയ്ക്ക് കൊടുക്കുന്നവൻ, വാടകയ്ക്ക് എടുക്കുന്നവൻ, ജോലി ചെയ്യുന്നവൻ, കൂലിക്ക് വിളിക്കുന്നവൻ, ആ തൊഴിലാളി പിന്നെ വിളിക്കുന്ന ആൾ. ഇനി മറ്റ് 3, വാടക തുക. കൂലി എത്ര വെച്ചാൽ കൂലി, അല്ലെങ്കിൽ വസ്തുവിൻ്റെ വാടക 3 ആയി വാടക തുക. 4, വസ്തുവിൻ്റെ ഉപയോഗം. എന്താണ് ഉപയോഗം? ആ ഉപയോഗമുള്ള വസ്തു, അതെ. അപ്പം അത്രയും 4 ആയില്ലേ. 5, ഈജാബ്. ഇത് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരുന്നു എന്ന് ഈജാബ്. കബൂൽ, ഞാൻ നിങ്ങളിൽ നിന്ന് ഈ ഇടപാട് സ്വീകരിച്ചിരിക്കുന്നു.
അപ്പോൾ എത്ര 6 ഇജാറത്തിൻ്റെ 6 ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ 6 ഉണ്ടെങ്കിൽ ഇജാറത്തായിട്ട് കടം കൊടുക്കലായി അതാണ് കടല്ല വായ്പ കൊടുക്കലായിട്ട് കൂലിക്കെടുക്കലായി വാടകക്കെടുക്കലായിട്ട് കൂട്ടുള്ളൂ. വാടകക്കെടുക്കുക കേട്ടോ. ഇജാറത്തിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? ഇത് പറഞ്ഞത് ഇജാറത്ത് ഉണ്ടാകാൻ അനിവാര്യ ഘടകങ്ങളാണ്. ഇനി ഇജാറത്തിൻ്റെ ഷർത്തുകളാണ് പറഞ്ഞത്. ഇജാറത്തിൻ്റെ വാടക എടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? കൊടുക്കുന്നവനും എടുക്കുന്നവനും മുക്കല്ലഫും തൻ്റെ ഇടമുള്ളവരും ആവുക, കൂലി നിശ്ചയിച്ചതാവുക. ആ കളർ മാറിയിരിക്കണേ. കൂലി നിശ്ചയിക്കപ്പെട്ടതാവുക 2. വസ്തുവിൻ്റെ ഉപകാരം അതിന് അനുവദനീയവും വ്യക്തമായതും മൂല്യമുള്ളതുമാവുക 3. എടുക്കുന്നവൻ ഉപയോഗിക്കാൻ കഴിയുന്നതിനും ഉപയോഗിക്കുമ്പോൾ നശിക്കാത്തതുമാവുക. എടുത്തവന് ഉപയോഗിക്കാൻ കഴിയും വേണം, ഉപയോഗിക്കുമ്പോൾ നശിക്കാനും പാടില്ല. അങ്ങനത്തെ വസ്തുവായിരിക്കുക. അപ്പോൾ ഇജാറത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. ഞാൻ ആ കളർ ഇങ്ങനെ മാറ്റി എഴുതിയതാണ്. 2ാമത്തെ കൂലി നിശ്ചയിക്കപ്പെട്ടതാകുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായ കളറല്ലേ, സാറില്ല. 5 കൂലിക്ക് വിളിക്കൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ. കൂലിക്ക് വിളിക്കൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂലിക്ക് വിളിക്കാൻ എടുക്കുക കേട്ടോ. വാടക എടുക്കൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ. വാദ്യോപകരണങ്ങൾ വായിക്കാനും പിന്നെ തീരെ അധ്വാനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും തനിക്ക് വേണ്ടി നിസ്കരിക്കാനും ഇമാമത്ത് പോലുള്ള പകരമാക്കാൻ പാടില്ലാത്ത ആരാധനകൾ ചെയ്യാനും കൂലിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിളിക്ക് അനുവദനീയമല്ല. ഇനി വേറൊന്ന്, കടയിൽ നിന്ന് വല്ലതും മോഷണം പോയാൽ തൊഴിലാളി ഉത്തരവാദിയാകും. ഇപ്പോൾ ഒരാൾ കൂലിക്ക് വിളിച്ചിരിക്കുന്ന ഒരു കടയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളിയാണ് ഇപ്പോൾ. എന്നാൽ കടയിൽ കള്ളം കയറി സാധനം നഷ്ടപ്പെട്ടു, തൊഴിലാളി ഉത്തരവാദിയാകൂലേ? തൊഴിലാളിയുടെ അശ്രദ്ധ കൊണ്ടോ വീഴ്ച കൊണ്ടോ മോഷണം പോയാൽ ഉത്തരവാദിയാകും, അല്ലെങ്കിൽ ഉത്തരവാദിയാകൂല. ഇനി ഇയാറത്ത് വായ്പ. ഇതുവരെ പറഞ്ഞൊക്കെ വാടക എടുക്കലാട്ടോ. ഇനി വായ്പ. ഇയാറത്ത് എന്താണ്? എന്താണ് വായ്പ? തേയ്മാനം വരാത്ത രീതിയിൽ ഹലാലായ ഉപയോഗം അനുവദിക്കുന്ന ഇടപാട്. തേയ്മാനം വരാത്ത രീതിയിൽ ഹലാലായ ഉപയോഗം അനുവദിക്കുന്ന ഇടപാട്. നമ്മൾ കസാര, പ്ലാസ്റ്റിക് പ്ലേറ്റ്, അതുപോലെ തന്നെ ഒരു മൊബൈല്, ഇതൊക്കെ നമ്മളെന്ത് തേയ്മാനം വരില്ലല്ലോ ഉപയോഗിച്ചാൽ. മൊബൈൽ തേയ്മാനം വരുമോ? ഇല്ലല്ലോ. ആ സ്ഥാനത്ത് തേയ്മാനം വരുന്ന വസ്തുക്കളുണ്ടാവും, അത് കൊടുക്കാൻ പറ്റില്ല, വായ്പ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. തേയ്മാനം വരാത്ത രീതിയിൽ ഹലാലായ ഉപയോഗം അനുവദിക്കുന്ന ഇടപാട്. ഒരാളെ വീട്ടിൽ നിന്ന് ഫാനുണ്ട്, ആ ഫാനിൻ്റെ വായ്പ വെച്ചു, അതൊക്കെ തേയ്മാനം വരാത്ത വസ്തുക്കളല്ലേ. മെഴുകുതിരി പറ്റൂല, കാരണം മെഴുകുതിരി ഉപയോഗിക്കുമ്പോൾ തേയ്മാനം വരും, നശിച്ചു പോകൂലേ. പിന്നെ എന്താണ് ഇജാറത്തും ഇയാറത്തും തമ്മിലുള്ള വ്യത്യാസം? ഇജാറത്തിന് കൂലി നിശ്ചയിക്കപ്പെടും, ഇയാറത്തിന് അതില്ല. വായ്പയാകുമ്പോഴേ കൂലിയൊന്നും ഉണ്ടാവില്ല. എന്നോട് വിരുന്നാൾ വരുമ്പോൾ ഞാൻ 4 ചെയറൊന്ന് കാട്ടിക്കണം. ഇപ്പം ഒന്നുമില്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊക്കെ എല്ലാവരും വീട്ടിൽ അട്ടിമട്ടിമ്മ ചെയറല്ലേ, എല്ലാം ഉണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല. കത്തി വായ്പയ്ക്ക് വരും, കൊടാരി വായ്പയ്ക്ക് വരും, കൈക്കോട്ട് വായ്പയ്ക്ക് വരും, കസാരക്ക് വായ്പയ്ക്ക് വരും, അങ്ങനെ പണത്തിന് പ്ലേറ്റിന് വായ്പയ്ക്ക് വരും. വായ്പയാണ്, അതിന് കൂലിയൊന്നും ഉണ്ടാവില്ല. അത് കൊണ്ടുപോവുക, ആവശ്യത്തിന് കൊണ്ടേ കൊടുക്കുക. ഇജാറത്തിന് വാടക കൂലി നിശ്ചയിക്കപ്പെടും, ഇയാറത്തിന് അതില്ല. 9 വായ്പയുടെ റുക്കുനുകൾ എന്തെല്ലാം? ഇയാറത്തിൻ്റെ റുക്കുനുകൾ എന്തെല്ലാം? വായ്പ കൊടുക്കുന്നവൻ, വായ്പ വാങ്ങുന്നവൻ, വസ്തു, വാചകം കേട്ടോ. 10 സീറേ വാചകം എന്ന് പറഞ്ഞാൽ 10 വായ്പയുടെ ഷർത്തുകൾ എന്തെല്ലാം? വായ്പ കൊടുക്കുമ്പോഴുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? വായ്പ നൽകുന്നവൻ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ ദാനം ചെയ്യാനും ആ വസ്തുവിൻ്റെ ഉപകാരങ്ങൾക്ക് അവകാശമുള്ളവനുമാവുക. വേറൊരാളെ വസ്തു എടുത്തുകൊണ്ട് ഒരാൾക്ക് വായ്പ കൊടുക്കാൻ പറ്റൂല. 2 കൊടുക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയും തൻ്റെ ഇടമുള്ളവനുമായിരിക്കുക. ചെറിയ കുട്ടിക്ക് വായ്പ കൊടുക്കാൻ പറ്റൂല, ചെറിയ കുട്ടിൻ്റെയൊക്കെ വായ്പ വാങ്ങാനും പറ്റൂല.
ഉപയോഗിക്കുന്നതോടെ നശിക്കുന്ന മെഴുകുതിരി പോലെയുള്ള വസ്തുവല്ലാതിരിക്കുക. മെഴുകുതിരി വായ്പ കൊടുത്താൽ കത്തിച്ച് കഴിയും, അത് വായ്പ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഉപയോഗം അനുവദനീയമായ വസ്തുവായിരിക്കും. അപ്പോൾ ശുദ്ധ ഇസ്ലാമിൻ ശരീഅത്തുൽ ഇസ്ലാമിൽ അനുവദിക്കുന്ന ഉപകാരമായിരിക്കും അതുകൊണ്ട് കിട്ടുന്നത്, അത് പറ്റുള്ളൂ. ഉപയോഗം അനുവദനീയമല്ലാത്ത വസ്തു വായ്പ കൊടുത്താൽ ഇപ്പോൾ ശുദ്ധ ഇസ്ലാമിൽ അത് വായ്പയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. തഖ്സീസ്. മന്ത്രിക്കൽ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. കുറിപ്പ് എഴുതാനാ? കുറേ ഉണ്ടോ? വായിക്കൽ എന്താ? വായിക്കട്ടെ. രോഗം മാറാൻ അല്ലാഹു തആല കാരണമാക്കിയ ഒരു വസ്തുവാണ് മരുന്ന്. മറ്റൊന്നാണ് മന്ത്രം. മന്ത്രം രോഗശമനത്തിന് കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ് കേട്ടോ. മന്ത്രം രോഗശമനത്തിന് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ മന്ത്രിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ? രോഗിയെ സന്ദർശിക്കാൻ പോകും മന്ത്രിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കൈ പൊള്ളിയപ്പോൾ എന്നെയും കൂട്ടി ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ മന്ത്രിച്ചു, എൻ്റെ കയ്യിൽ ഊതി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചതെന്ന് ഞാൻ ഉമ്മയോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് എന്ന മന്ത്രമാണെന്ന് ഉമ്മ പറഞ്ഞു. സിഹ്റ്, കണ്ണേറ്, രോഗം, വിഷം എന്നിവയിൽ നിന്ന് കാവൽ തേടാൻ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറങ്ങാൻ നേരം സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി കയ്യിൽ ഊതി ശരീരം മുഴുവൻ തടവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു. പിന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുർ റുഖിയ മന്ത്രിക്കുന്നത് എന്നും പേരുണ്ടല്ലോ. ഒരു യാത്രയിൽ സ്വഹാബികൾ വിഷബാധയേറ്റ നാട്ടുമൂപ്പനെ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു സുഖപ്പെടുത്തിയപ്പോൾ അവർ സ്വഹാബികൾക്ക് 30 ആളുകൾ കൂലിയായി കൊടുത്തു. മന്ത്രിച്ചു കൂലി വാങ്ങിയ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ എന്താണ് മന്ത്രിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കൂലിയായി എടുക്കാനും അതിൽ ഒരു ഓഹരി തനിക്ക് നൽകാനും ആവശ്യപ്പെട്ടു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് അത്രമാത്രം സംശുദ്ധമാണ് മന്ത്രിച്ചു കൂലി വാങ്ങൽ എന്ന് പഠിപ്പിക്കാനാണ് കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, മശായിഖുമാർക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും സർവ്വപാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ശർറുകളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മ തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ആഖിറു സമാനാണ്. ഞങ്ങളെ ദലാലത്തിലാക്കല്ല റഹ്മാനെ, ഫാസിഖീങ്ങളാക്കല്ല റഹ്മാനെ. ഉമ്മ ഉപ്പ നാട്ടുകാർക്ക് ഉപകരിക്കുന്ന നല്ലവരാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കുള്ള പലരും ഖബറിലുണ്ട്. ഉപ്പ, ഉമ്മ, ബന്ധുമിത്രാദികൾ, വല്യുപ്പ, വല്യുമ്മമാർ, രക്തബന്ധത്തിലും കെട്ടുബന്ധത്തിലും അയൽവാസികളിലും അവരുടെ ഖബറിലേക്ക് ഇതൊരു സന്തോഷമായി എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബറ് കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. സ്വർഗീയ ആനന്ദങ്ങളുള്ള ഖബറുകളാക്കി കൊടുക്കണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.